നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കുട്ടികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയത്. എന്നാൽ അത് കിട്ടില്ലെന്നറിഞ്ഞതോടെ പല നർത്തകിമാരുടെ രക്ഷിതാക്കളും രംഗത്തെത്തി. അതിനിടെ വിമർശനവുമായി സംവിധായകനും രംഗത്തെത്തി. കലൂർ സ്റ്റേഡിയത്തിലെ 15 അടി ഉയരമുള്ള താൽക്കാലിക വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകരെ വിമർശിച്ച് സംവിധായകൻ MA നിഷാദ്. അപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ പരിപാടിയുമായി മുന്നോട്ടു പോയ സംഘാടകരും ഇവന്റ് മാനേജേഴ്സുമാണ് പ്രധാന പ്രതികൾ എന്ന് അദ്ദേഹം പറഞ്ഞു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടത്തിയ പരിപാടിയുടെ അണിയറക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമൂഹ നൃത്തത്തിൽ ഒരാളെ ഫോക്കസ് ചെയ്ത് മറ്റ് നർത്തകിമാരെ പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്യിപ്പിച്ച രീതിയെയും അദ്ദേഹം അപലപിച്ചു. ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. MLA എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ മൃദംഗനാദം എന്ന നൃത്ത പരിപാടി അക്ഷരാർത്ഥത്തിൽ മൃഗീയ നാടകമായിരുന്നു എന്നുള്ളതിന്റെ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ നൃത്തത്തിൽ ഒരാളെ മാത്രം ഫോക്കസ്, അതായത് നടി ദിവ്യ ഉണ്ണിയെ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റ് നർത്തകിമാരെ സിനിമയിലെ നൃത്തരംഗത്ത് അവതരിപ്പിക്കുന്ന സംഘ നർത്തകർ അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആയി പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്യിപ്പിച്ച രീതി തികച്ചും അപലപനീയമാണ്. ഒരു അപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ പരിപാടിയുമായി മുന്നോട്ട് പോയ സംഘാടകരും ഇവന്റ് മാനേജേഴ്സുമാണ് പ്രധാന പ്രതികൾ. അവരുടെ പേരുകൾ പുറത്തുവിടണം. ആരൊക്കെയാണ് ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. ഒരു നർത്തകിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങി സംഘാടകർ എന്ന കണക്കും പുറത്തു വന്നു. അപ്പോൾ ഇതിന്റെ പുറകിലെ കച്ചവട ലക്ഷ്യം പുറത്തറിയുക തന്നെ വേണം. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടത്തിയ പരിപാടിയുടെ അണിയറക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സംവിധായകൻ പറഞ്ഞു. അതേസമയം ഉമാ തോമസ് MLAക്ക് വീണ് പരിക്കേൽക്കാനിടയായ സംഭവത്തിലെ പ്രധാന പ്രതി നികോഷ് കുമാർ ഇന്ന് പോലീസ് മുമ്പാകെ ഹാജരാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്താനാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത്. കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗനാദം എന്ന പേരിൽ ഗിന്നസ് പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്ററാണ് നികോഷ് കുമാർ. ഇയാൾ ഹാജരായാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനം. ഉമാ തോമസിന് പരിക്കേറ്റ കേസിൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന കേസിലും പിടിവീഴും. ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി. എന്നാൽ മൃദംഗ വിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് നികോഷ് കുമാർ പറയുന്നു. എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നത്. 3.5 കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളതെന്നും നികോഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 3 കോടിയോളം രൂപ ചിലവായി. 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് നൽകിയില്ല. 2900 രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരാളിൽ നിന്ന് വാങ്ങിയത്. അതിലാണ് സാരി നൽകിയത്. 1600-ലേറെ വാങ്ങിയിട്ടില്ല. 2 പട്ടുസാരി, ലഘുഭക്ഷണം എന്നിവയാണ് ഒരാൾക്ക് വാഗ്ദാനം ചെയ്തത്. 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറി. GST കിഴിച്ചുള്ള കണക്കാണ് 3.56 ലക്ഷം. 1 രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല. GST കിഴിച്ച് ഒരാളിൽ നിന്ന് 2900 വാങ്ങി. അതിൽ സാരിയുടെ 390 രൂപയും ഉൾപ്പെടുന്നു. ഇൻഡിവിജ്വലായി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ഞങ്ങളും ഗിന്നസും തമ്മിലുള്ള കരാറാണ്. 2 മാസമാണ് അതിനുള്ള പ്രോസസ്സിംഗ് ടൈം. MLAക്ക് സംഭവിച്ച അപകടത്തിൽ ഖേദിക്കുന്നു. റെക്കോർഡ് പൂർത്തിയായതിനു ശേഷമുള്ള 4 മണിക്കൂറുള്ള സമയത്തെ പോകരാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ ഈ പരിപാടി ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ്. അവരെ മടക്കി അയക്കാൻ കഴിയില്ല. സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നില്ലെന്നും നികോഷ് കുമാർ പറയുന്നു. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. തലക്കേറ്റ പരിക്കിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.